ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. ദീപാവലി ആയിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ അല്ലേ? അപ്പോൾ നമുക്കല്പം ലഡു ഉണ്ടാക്കാം. 1 കപ്പ് കടലമാവ് അളന്നെടുത്തിട്ടുണ്ട്. കടലമാവിലോട്ട് 1 നുള്ള് സോഡ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇടഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഫുഡ് കളർ ഒന്നും ചേർക്കാതെയാണ് ലഡു ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് മാവിലോട്ട് യെല്ലോ കളർ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇടഞ്ഞെടുത്ത മാവ് വിസ്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് മാവ് ഒന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്താൽ മതി. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്ത് വേണം കറക്റ്റായിട്ട് മാവൊന്ന് കലക്കിയെടുക്കാൻ. കട്ട കെട്ടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ വെള്ളവും മാവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പ് മാവിലോട്ട് ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടിയത്. ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു കണ്ണിച്ചട്ടത്തിലാണ് ഇന്ന് നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ബൂന്തി ഉണ്ടാക്കുന്നതിന് മുൻപ് മാവ് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പതിവ് പോലെ ഇന്നും ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഫസ്റ്റ് ബാച്ച് മാവ് കോരി ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റാത്തത്. ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല എന്ന്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 തവി മാവ് കണ്ണിച്ചട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബൂന്തി വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബൂന്തി നമുക്ക് ഈ സ്ട്രെയിനറിൽ ഒന്ന് കോരിയെടുക്കാം. മുഴുവൻ ബൂന്തിയും സ്ട്രെയിനറിൽ കോരി എടുത്തതിന് ശേഷം സ്ട്രെയിനറോട് കൂടെ എണ്ണയിൽ മുക്കി വെച്ചിട്ട് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരേ വേവില് എല്ലാ ബൂന്തിയും ഒരുമിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കും. ബൂന്തി വെന്തതിന് ശേഷം കോരി എടുക്കുകയാണെങ്കിൽ പല വേവായി പോവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വറുത്ത് കോരാൻ സാധിക്കും. ലഡുവിനായിട്ട് ബൂന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാവ് നന്നായിട്ട് വേകണം. എന്നാൽ നമ്മുടെ ബൂന്തി ഒരുപാട് മൊരിഞ്ഞു പോകരുത്. അടുത്ത ബാച്ച് ബൂന്തി ഉണ്ടാക്കുന്നതിന് മുൻപ് കണ്ണിച്ചട്ടകം നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ട് വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ക്ലീൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഹോളിൽ മാവ് അടഞ്ഞു നിന്നിട്ട് നമുക്ക് ഇതുപോലെ ബൂന്തി പെട്ടെന്ന് വീഴില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബൂന്തി ഉണ്ടാക്കാനായിട്ട്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ മാവ് കറക്റ്റായിട്ട് കുക്കാകാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതല്ല, ഫ്ലെയിം കുറഞ്ഞു കഴിഞ്ഞാൽ ബൂന്തി ഒരുപാട് എണ്ണ വലിച്ചെടുക്കും. ലഡു ഉണ്ടാക്കുമ്പോൾ ഈ ബൂന്തി ഉണ്ടാക്കുന്നതും ഒരു പ്രധാന ഭാഗമാണ് കേട്ടോ. ബൂന്തിയുടെ വേവില് ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമ്മുടെ ലഡു കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഏതായാലും നമ്മൾ 3-4 ബാച്ചായിട്ട് ബൂന്തി കറക്റ്റായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് തണുത്തോട്ടെ. അതുമ്പോഴേക്കും നമുക്ക് ഷുഗർ സിറപ്പിനുള്ളതൊക്കെ ഒന്ന് അളന്നെടുക്കാം. ഒരു സോസ് പാനിലിട്ട് ഏകദേശം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അല്പം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ സ്റ്റൗവിൽ വെക്കുന്നില്ല. ബൂന്തി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ബ്ലെൻഡറിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിക്കരുത്, ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതി. ബൂന്തി ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിയാതിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബൂന്തി ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ബൂന്തി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ചെറിയ ബൂന്തികളൊക്കെ മുഴുവനായിട്ടും കിടക്കുന്നുണ്ട്. 3-4 ബാച്ചായിട്ട് ബൂന്തി മുഴുവനും ഇതുപോലൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാരയും വെള്ളവും അളന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അഴുക്ക് മുകളിൽ പൊങ്ങി വരുമ്പോൾ കോരി മാറ്റുന്നുണ്ട്.
അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിക്കോട്ടെ. ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും ഒരു ചെറിയ ഗ്രാമ്പൂവും ഒരു നുള്ളു പച്ചക്കർപ്പൂരവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കാം. അതുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതുപോലെ വിരലിൽ ആക്കി നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരണം. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് ചൂടോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തിയിലോട്ട് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ തന്നെ ബൂന്തിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ നേരത്തെ കുത്തി വെച്ചിരിക്കുന്ന ഏലക്കയും പട്ടയും ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ബൂന്തിയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വെക്കാം. നല്ല ചൂടുള്ള സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ലഡുവിലോട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരണം. 2 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരി ചൂടോടുകൂടെ തന്നെ നമ്മുടെ ലഡു മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ബൂന്തിയും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ച് 15 മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയത് ചൂടോടുകൂടെ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നെയ്യ് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മിക്സ് അല്പം ലൂസായിട്ടാണ് ഉണ്ടാവുക. ഈ സമയത്ത് അല്പം ചൂടോടുകൂടെ തന്നെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലൊന്ന് ഉരുട്ടി വെക്കുമ്പോൾ അല്പം ലൂസായിട്ട് വേണം ലഡു ഉണ്ടാവേണ്ടത്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഒരാഴ്ച വെച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ കൽക്കണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഏലക്കയോടൊപ്പം തന്നെ ഇതുപോലെ അല്പം പട്ടയും ഗ്രാമ്പൂവും പച്ചക്കർപ്പൂരവും കൂടെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ലഡുവിന് ഒരു പ്രത്യേക രുചിയും മണവും കിട്ടും. ഞാൻ പറഞ്ഞ അതേ അളവിൽ പട്ടയും ഗ്രാമ്പൂവും കർപ്പൂരവും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കർപ്പൂരത്തിൻ്റെ അളവ് കൂടി പോകരുത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഈ ദീപാവലിക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.